വാളയാർ വട്ടപ്പാറയിൽ ട്രെയിൻ തട്ടി കാട്ടാനക്കുട്ടി ചെരിഞ്ഞു. ആനക്കൂട്ടം ട്രാക്ക് കടക്കുമ്പോൾ ട്രെയിൻ തട്ടിയതാകാനാണ് സാധ്യത. ടെലിഫോൺ ലൈനിൽ ഗോകുൽ VS ഉണ്ട് വിവരങ്ങൾ നൽകാനായി. ഗോകുൽ, വാളയാറിൽ ഇത് ഒരുപാട് തവണ സംഭവിക്കുന്നതാണ്. ഇതിലൊരു ശാശ്വത പരിഹാരം വേണമെന്നതടക്കം പല നിർദ്ദേശങ്ങളും റെയിൽവേക്കും നൽകിയിട്ടുണ്ട്. ഒപ്പം തന്നെ വനം വകുപ്പിന്റെ ശ്രദ്ധയെക്കുറിച്ചും പറയുന്നുണ്ട്. എന്താണ് സംഭവിച്ചത്? ഇന്ന് പുലർച്ചെ ഏകദേശം ഒരു 4:45 കൂടിയാണ് ഈ സംഭവം ഉണ്ടായത്. ആനക്കൂട്ടം റെയിൽവേ ട്രാക്ക് മുറിച്ചു കിടക്കുന്നതിനിടയിൽ ഒരു ആനയെ തട്ടുകയാണെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒരു കൊമ്പൻ ആനയാണ്. തൽക്ഷണം ആ സ്ഥലത്ത് തന്നെ ആന ചെരിയുകയായിരുന്നു. ഏതായാലും വനം വകുപ്പ് എത്തി മറ്റു നടപടികൾ സ്വീകരിക്കുന്നുണ്ട്. ഏത് ട്രെയിനാണ് തട്ടിയതെന്ന് കണ്ടെത്താനുള്ള ശ്രമം കൂടി നടത്തുന്നുണ്ട്. അതേസമയം ഈ പ്രദേശത്ത് വലിയ രീതിയിലുള്ള വന്യജീവി ആക്രമണം നിലനിൽക്കുന്ന സ്ഥലമാണ്, അല്ലെങ്കിൽ വന്യജീവികളുള്ള സ്ഥലമാണ്. ഇവിടെ ട്രെയിൻ വരുമ്പോൾ പലപ്പോഴും ഇത്തരത്തിൽ ആനയെ മറ്റു വന്യമൃഗങ്ങളെയൊക്കെ ഇടിച്ചുകൊണ്ടുള്ള അപകടങ്ങളും പതിവാണ്. ഈ പ്രദേശത്ത് 15 കിലോമീറ്റർ വേഗതയിൽ മാത്രമേ ട്രെയിൻ വരാൻ പാടുകയുള്ളൂ. ഈ ട്രെയിൻ എത്ര വേഗതയിലാണ് വന്നതെന്നതിൽ വ്യക്തതയില്ല. മാൻ പാർക്കിന് സമീപമാണ് ഈ അപകടം ഉണ്ടായത്. ശരി ഗോകുൽ, വിശദാംശങ്ങൾ നൽകിയത് ഗോകുലാണ്. കാട്ടാനക്കുട്ടിയാണ് ട്രെയിൻ തട്ടി ചെരിഞ്ഞത്.